കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ഇനി ഡൽഹിയിലേക്ക് മാറുകയാണ്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവർ ഡൽഹിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ പുറപ്പെടും. നാളെ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുമെന്നുള്ളതാണ്. അല്പസമയം മുൻപ് നമ്മൾ അറിഞ്ഞത് ഇവരുമായി ഫോണിൽ സംസാരിക്കും ഹൈക്കമാൻഡ് എന്നുള്ളതാണ്. പക്ഷെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് ഈ ചർച്ചകൾ. സംസാരിക്കാനാണ് പോകുന്നത്. സ്വാഭാവികമായും ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് രണ്ട് നേതാക്കളെ അനുനയിപ്പിക്കുക അല്ലെങ്കിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇത്ര മാസീവായ ഒരു മാൻഡേറ്റ് ലഭിച്ചു നിൽക്കുന്ന ഒരു മുന്നണി അവർ അധികാരത്തിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലൊരു തർക്കമോ ഒന്നുമല്ല. അതിൽ പലരും ഇപ്പോൾ തന്നെ അതിലൊരു ഡിസപ്പോയിന്റ്മെന്റ് പറയുന്നുണ്ട്. വോട്ടേഴ്സ് മാത്രമല്ല, ഈ നേതാക്കളെ അനുനയിപ്പിച്ചാൽ മാത്രമേ അണികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടി അത് പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ തന്നെ പലയിടത്തും ഫ്ലക്സുകൾ ഉയരുന്നു, പലയിടത്തും പ്രകടനങ്ങൾ വരുന്നു. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകും തീർച്ചയായും ഹൈക്കമാൻഡിന്റെ തീരുമാനം വരിക. തീർച്ചയായും ആ ടീം UDF എന്ന കെട്ടുറപ്പ് ഇലക്ഷന് മുമ്പുണ്ടായിരുന്നത് ഇലക്ഷന് ശേഷവും അധികാരത്തിലേക്ക് വരുമ്പോഴും ഉറപ്പാക്കേണ്ടതുണ്ട്. അലക്സ, ആദ്യം ലഭിച്ചിരുന്ന വിവരം ഫോണിൽ ഈ നേതാക്കളുമായി സംസാരിക്കും, പിന്നീടാണ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക എന്നാണ്. അങ്ങനെയല്ല, നേരിട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്താൻ പോകുന്നു. നേതാക്കൾ ഒരുമിച്ച് KC അവിടെ തന്നെ ഉണ്ട്, ഡൽഹിയിലുണ്ട്. അപ്പോൾ മറ്റ് 3 നേതാക്കളും ഇന്ന് തന്നെ പോവുകയാണല്ലേ? ഗോകുൽ, അതാണ് ഹൈക്കമാൻഡിന്റെ രീതി. അതാണ് നേതാക്കളെ അവിടേക്ക് വിളിപ്പിക്കുക എന്നുള്ളത് അടുത്ത നടപടിയാണ്. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നടപടി ഈ ക്ലെയിമുള്ള നേതാക്കളെയും ഒപ്പം KPCC അധ്യക്ഷനെ അവിടേക്ക് വിളിക്കുക എന്നുള്ളതാണ്. നേരത്തെ പ്രവർത്തക സമിതി അംഗങ്ങളുടെ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളുടെ അഭിപ്രായം അവർ കേട്ടിരുന്നു. ശശി തരൂരിന്റെ അഭിപ്രായം കേട്ടിരുന്നു, AK ആന്റണിയുടെ അഭിപ്രായം കേട്ടിരുന്നു, കൊടിക്കുന്നിൽ സുരേഷിന്റെ അഭിപ്രായം കേട്ടിരുന്നു. അവരുടെയൊക്കെ അഭിപ്രായം, വിലപ്പെട്ട അഭിപ്രായം അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനു പിന്നാലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, ഒപ്പം രമേശ് ചെന്നിത്തല, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ ഇന്ന് വൈകുന്നേരം 7:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് തിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ ഇവരൊക്കെയായി ഹൈക്കമാൻഡ് ചർച്ച നടത്തുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഇതിൽ ഇവരുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളതിനപ്പുറം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആളല്ലാത്ത മറ്റു വ്യക്തികളെ, ക്ലെയിമുള്ള മറ്റു വ്യക്തികളെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരെ അനുനയിപ്പിക്കാനുള്ള ഫോർമുലകൾ തയ്യാറാക്കും AICC എന്നുള്ളത്, ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോർമുലയിൽ അവർ ഒതുങ്ങുമോ എന്നുള്ളത് കാത്തിരുന്നു കാണണം. ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം പ്ലസ് ധനകാര്യം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ ഫോർമുല ഫോർമേഷനിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. അത് നേതാക്കളോട് സംസാരിച്ച് ഏത് വിധത്തിലാണ് അവരെ അനുനയിപ്പിച്ച് കയ്യിലെടുക്കേണ്ടത് എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ മാത്രം നടപടിയാണ്. ഈ നടപടിക്രമങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. അതായത്, നിലവിൽ അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ, ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിനുള്ളിൽ ഒരു തർക്കമുണ്ടായാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് AICCയിൽ നിന്ന് നിരീക്ഷകരെ നിയോഗിക്കും. അവർ കേരളത്തിലേക്കെത്തി ഈ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് അഭിപ്രായം കേൾക്കും. അതായത് പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ആ അഭിപ്രായം കേൾക്കുന്ന ആ യോഗത്തിൽ തന്നെ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം അത് AICC അധ്യക്ഷന് നൽകിക്കൊണ്ടുള്ള പ്രമേയം അവർ പാസ്സാക്കും. ആ പ്രമേയവും പാസ്സാക്കിയതിന് ശേഷമായിരിക്കും നിരീക്ഷകർ ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം കൂടി ശേഖരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകുക. ആ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയതിന് ശേഷമുള്ള അടുത്ത നടപടി മുതിർന്ന നേതാക്കളെ കാണുക, ഒപ്പം ഈ ക്ലെയിമുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഞായറാഴ്ചയോട് കൂടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇതുവരെയുള്ള AICCയുടെ വഴക്കമനുസരിച്ച് ഈ വന്ന നിരീക്ഷകർ അവർ ഈ തീരുമാനവുമായി തിരിച്ച് കേരളത്തിലേക്ക് വരിക, ക്ലെയിമുള്ള മറ്റ് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവിനെ കൊണ്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് രീതി. ഇനിയിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ആ പ്രഖ്യാപനം നേരിട്ട് വരിക എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡൽഹിയിൽ നിന്ന് തന്നെ നേരിട്ട് ആ പ്രഖ്യാപനം വരും. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഈ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി ആ തീരുമാനം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ രീതി. എന്താണെങ്കിലും നേതാക്കൾ ഡൽഹിയിലേക്ക് പുറപ്പെടാൻ തയ്യാറാകുന്നു. വൈകുന്നേരം 7:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ V.D. സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ ഡൽഹിയിലേക്ക് എത്തും. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുവരെയുള്ള AICC ചർച്ചകളിലൊന്നും, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും ഭാഗവാക്കായിട്ടില്ല. ഗൂഗിൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.